Welcome back to our channel Biology. Today we are going to discuss the chapter 2 of biology, that is Windows of Knowledge. So textbookil ningal ingane oru picture kandittundarikkum. Earthquake victims rescued. Kathmandu rescued victims who got trapped in the collapsed buildings due to the earthquake in the eastern regions of Kathmandu, the capital of Nepal. The rescue operations was difficult due to heavy rain and insufficient light. Specially trained dogs helped to detect the victims and save their lives during the crisis. സോ ഈ പിക്ചറിലും കാണാം നമ്മുടെ ഡോഗ്സിനെ യൂസ് ചെയ്തിട്ട് ഈ എർത്തുകൈക്കിൽ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ ഭൂമിക്ക് അടിയിൽ പെട്ടുപോയിട്ടുള്ള വിക്ടിംസിനെ കണ്ടുപിടിക്കുന്നത്. സോ വൈ വി ആർ ചൂസിങ് ദിസ് ഡോഗ്സ് ടു ഡോഗ് ഇൻ ദീസ് സിറ്റുവേഷൻസ്. അപ്പോൾ എന്തിനാണ് നമ്മളിങ്ങനെ സിറ്റുവേഷൻസിലൊക്കെ, അതായത് ഈ മനുഷ്യനെ അല്ലെങ്കിൽ ഈ അകത്തൊക്കെ പെട്ടുപോയിട്ടുള്ള മനുഷ്യരെ വിക്ടിംസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഡോഗ്സിനെ ചൂസ് ചെയ്യുന്നത്? So, why are dogs more capable than human beings in tracking and injured in such circumstances? അതിൻ്റെ ആൻസറാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോഗ്സിന് കൂടുതൽ ഘ്രാണശക്തി ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയും. ദേ ക്യാൻ ഡിറ്റക്റ്റ് അതർ ഓർഗാനിസംസ്. സോ അത് അവർ ഡിറ്റക്റ്റ് ചെയ്യുന്നത് അവരുടെ സ്മെൽ എന്ന ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ്. ദേ ഹാവ് മോർ സെൻസ് ഓഫ് സ്മെൽ. അതായത് മനുഷ്യനെ അപേക്ഷിച്ച് കൂടുതൽ സ്മെൽ ചെയ്ത് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള കഴിവ് ഡോഗ്സിനുണ്ട്. അതുകൊണ്ടാണ് അവ നമ്മളെയൊക്കെ മനസ്സിലാക്കുന്നത്. Okay, so the answer is the number of receptors in these sense organs is different in different organisms. The surface of a postage stamp is enough to arrange all the olfactory cells in the nose of a human being, but a large scarf is required to arrange the olfactory cells of a dog. അതായത് നമ്മുടെ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു സെൻസറി റിസപ്റ്റേഴ്സിനെ കുറിച്ചിട്ട്. അപ്പം നമുക്ക് ഐ, ഇയർ, നോസ്, സ്കിൻ, അങ്ങനെ പല സെൻസറി റിസപ്റ്റേഴ്സും അല്ലെങ്കിൽ സെൻസ് ഓർഗൻസും ഉണ്ട്. അങ്ങനെ 5 സെൻസ് ഓർഗൻസ് ഉണ്ട്. ഐ ഫോർ സൈറ്റ്, നോസ് ഫോർ സ്മെൽ, ഇയർ ഫോർ ഹിയറിംഗ്, സ്കിൻ ഫോർ ടച്ച്, പെയിൻ എല്ലാതും ഉണ്ട്. ദെൻ ടങ് ഫോർ ടേസ്റ്റ്. So we have these 5 sense organs. So in case of dogs, they have more sense of smell. So the olfactory receptors എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മെല്ലിന് ഹെൽപ്പ് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് ആണ് olfactory receptors. These are present inside our nose. So ഈ olfactory receptors എന്ന് പറയുന്നത് ഡോഗ്സിൽ കൂടുതലായിട്ടുണ്ടായിരിക്കും മനുഷ്യനെ അപേക്ഷിച്ച്. അതായത് ഒരു ഹ്യൂമൻ ബീയിങ്ങിലെ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സിനെ നമ്മൾ എടുത്ത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോസ്റ്റേജ് സ്റ്റാമ്പ് ഈസ് ഇനഫ്. അതായത് ഒരു പോസ്റ്റേജ് സ്റ്റാമ്പിൻ്റെ സർഫസിൽ അറേഞ്ച് ചെയ്യാൻ മാത്രമുള്ളതേ ഉള്ളൂ ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഹ്യൂമൻ നോസിൽ ഉണ്ടാവുന്ന ഓൾഫാക്ടറി സെൽസ്. While in case of dogs, a large scarf is required to arrange the olfactory cells of a dog. അതായത് ഡോഗിൻ്റെ നോസിലുള്ള ഓൾഫാക്ടറി സെൽസിനെ അറേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്കൊരു വലിയ സ്കാർഫ് തന്നെ വേണ്ടി വരും. അതിൽ നമ്മൾ മീൻ ചെയ്യുന്നത് എന്താണ്? യെസ്, അതായത് ഡോഗ്സ് ഹാവ് മോർ നമ്പർ ഓഫ് ഓൾഫാക്ടറി സെൽസ് ദാൻ ഹ്യൂമൻ ബീങ്. സോ ദേ ക്യാൻ ഹാവ് മോർ സെൻസ് ഓഫ് സ്മെൽ ദാൻ ഹ്യൂമൻ അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഡോഗ്സിനെ ഇത്തരത്തിലുള്ള കേസസിലൊക്കെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡോഗ്സിനെ നമ്മൾ ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷനിലും പോലീസ് ക്രിമിനൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനിലും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ഒരു തീഫിൻ്റെയോ അല്ലെങ്കിൽ ഒരു മർഡർ കമ്മിറ്റ് ചെയ്ത ഒരാളുടെയോ ഒക്കെ ഒരാളുടെ എന്താണ് പറയുക, അല്ലെ കാണാതായ ഒരാളുടെയോ ഒക്കെ നമ്മൾ അവരുടെ എന്തെങ്കിലും യൂസ് ചെയ്തൊരു പോർഷൻ എന്തെങ്കിലും ടവൽസോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ സ്മെൽ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ സ്മെല്ല് വെച്ചിട്ട് ആ ഡോഗ് അവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. സോ അതുകൊണ്ടാണ് അതിന് കൂടുതൽ ഓൾഫാക്ടറി സെൽസ് കൊണ്ടാണ് നമുക്ക് ഈ ഡോഗ്സിനെ ഇങ്ങനത്തെ കേസസിലൊക്കെ യൂസ് ചെയ്യുന്നത്. സോ അത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ സെൻസ് ഓർഗൻസ് ആണ്. നമുക്കറിയാം അല്ലേ, ഐ എന്താണ്? ഐ നമ്മുടെ ഒരു സെൻസ് ഓർഗൻ ആണ്. ഐയിൽ കാണുന്ന റിസപ്റ്റേഴ്സ് ആണ് ഫോട്ടോ റിസപ്റ്റേഴ്സ്. ഓക്കെ, ദിസ് ഫോട്ടോ റിസപ്റ്റേഴ്സ് പ്രസന്റ് ഇൻ ദ ഐ റിസീവ് ലൈറ്റ് ആസ് എ സ്റ്റിമുലസ്. സോ ഈ ലൈറ്റ് ഒരു ഒബ്ജക്റ്റിൽ നിന്ന് തട്ടി വരുന്ന ലൈറ്റിന് ഫോട്ടോ റിസപ്റ്റേഴ്സ് റിസീവ് ചെയ്യുന്നു. അതിനനുസരിച്ച് അതിൽ വരുന്ന ചേഞ്ചസ് ആണ് നമുക്ക് ഇമേജ് ആയിട്ട് കാണുന്നത്. ദെൻ ഇയറിൽ വരുന്ന റിസപ്റ്റേഴ്സ് ആണ് ഓഡിറ്ററി റിസപ്റ്റേഴ്സ്. ഓക്കെ, ദേ ഹെൽപ്പ് ഇൻ ദ റെക്കഗ്നൈസിങ് ദ സൗണ്ട്. സൗണ്ട് വേവ്സ് ആയിട്ട് നമ്മളെ ഇയേഴ്സിൽ വരും. അവിടെ നടക്കുന്ന പർട്ടിക്കുലർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഈ ചാപ്റ്ററിൽ. പർട്ടിക്കുലർ ചേഞ്ചസ് ഓഡിറ്ററി റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു.
അത് നമുക്ക് ഓഡീഷൻ അല്ലെങ്കിൽ എന്താണ് ഹിയറിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ദെൻ ടങ്ങിലാണ് ടേസ്റ്റ് റിസപ്റ്റർ സിറ്റുവേറ്റ് ആയിട്ടുള്ളത്. These receptors are helping in detecting the taste of particular food materials. Then in nose there is olfactory receptors. These olfactory receptors can sense smell. Then in skin there are various receptors are present, specialized receptors for pain, touch, pressure, cold, heat, sensations. Okay, so we can go deep into each sense organ. First we have to discuss about eye. Eye is situated in the depressions in the skull, that is called eye socket orbit. Okay, that eye is inserted inside a pouch or depression in the skull, that is called eye socket orbit. അതായത് കണ്ണിനെ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള സ്കള്ളിൽ കാണുന്ന ഒരു ഡിപ്രഷനിലാണ് ഐ സിറ്റുവേറ്റ് ആയിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ ഐ സോക്കറ്റ് ഓർബിറ്റ് എന്ന് പറയുന്നത്. ദെൻ ദിസ് ഐ സോക്കറ്റ് ഓർബിറ്റിൽ ഈ ഐനെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് എക്സ്റ്റേണൽ ഐ മസിൽസ് യൂസ് ചെയ്തിട്ടാണ്. Okay, this external eye muscles fixes the eyeball in the orbit. Then comes the eyebrow. Eyebrow എന്ന് പറയുന്നത് എന്താണ്? Which is a protection. Hairs ആണല്ലേ eyebrow-ൽ ഉണ്ടാവുന്നത്. So eyebrow protect the eye from dust and sweat. Also eyelashes എന്ന് പറയുന്നതും hair like outgrowths ആണ് from the eye. നമ്മളെ upper eyelids നും lower eyelids നും ഒക്കെ ഇതുപോലത്തെ eyelashes വരുന്നുണ്ട്. These eyelashes protects the eye from dust. Okay. So these eyebrow and eyelashes are meant for protection of the eye. Then eyelids. It also protects the eye from the dust and external shock. അല്ലെ, നമുക്ക് എന്താ വളരെയധികം പൊടി വരുമ്പോൾ നമ്മൾ eyelids വെച്ച് നമ്മളെ കണ്ണ് ക്ലോസ് ചെയ്യും. Then comes conjunctiva. Conjunctiva, here conjunctiva is labeled here, and conjunctiva secretes a mucus which protects the anterior portion of the eyeball from being dry. നമ്മളെ കണ്ണിനെ ഡ്രൈ ആവാതെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു മ്യൂക്കസ് ലൈക്ക് സെക്രീഷൻസ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് കൺജക്റ്റീവ എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ബി സെക്രീറ്റഡ് ഇൻ ദ ആൻറ്റീരിയർ പാർട്ട്, ഏറ്റവും മുകളിൽ ഫ്രണ്ട് പോർഷനിലാണ് ഈ ഒരു സെക്രീഷൻ വരുന്നത്. ഇതാണ് നമുക്ക് ഇടയ്ക്ക് എന്താണ് പീളടയുന്ന പോലെ, അത് കണ്ണിലൊരു മെംബ്രെയിൻ പോലെ ഉണ്ടായിരിക്കില്ല, അത് ഈ കൺജക്റ്റീവയുടെ സെക്രീഷനാണ്. Then tears. Tears clean and lubricate the anterior part of the eyeball. Lysozyme, the enzyme present in the tears, destroy germs that enter the eyes. അതായത് ടീയേഴ്സ് എന്ന് പറയുന്നത് എന്താ, കണ്ണുനീര് അല്ലേ. അത് നമ്മളെ കണ്ണിൽ ആക്ച്വലി ടീയേഴ്സ് ആർ ഗുഡ് ഫോർ അവർ ഐസ്. അതായത് നമുക്ക് ഒരു പാർട്ടിക്കിൾ നമ്മളെ കണ്ണിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈ ടീയേഴ്സ് വരും. സോ ദിസ് ടീയേഴ്സ് ക്യാൻ ആക്ച്വലി ക്ലീൻ ആൻഡ് ലൂബ്രിക്കേറ്റ് ദ ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ ഐബോൾ. അതായത് അതൊരു വാഷ് ചെയ്ത് പോകുന്ന ഒരു എഫക്റ്റ് ആണ്, ക്ലീൻ ചെയ്യും, ലൂബ്രിക്കേറ്റ് ചെയ്യും. ദെൻ ടീയേഴ്സിൽ ലൈസോസൈം എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ദീസ് ലൈസോസൈം പ്രസന്റ് ഇൻ ദ ടീയേഴ്സ് ക്യാൻ ഡിസ്ട്രോയ് ദ ജേംസ് ദാറ്റ് എൻ്റർ ദ ഐസ്. സോ ഇതിനൊരു പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷനും കൂടെ ഉണ്ട്. ഓക്കെ, then this is a detailed structure of eye. Here we can say the conjunctiva. Then the eye has 3 layers. First one, outer layer is sclera, second layer is choroid, and third layer or innermost layer is retina. In retina we have the photoreceptors, and conjunctiva we have already discussed that it is present in the anterior part of the eye, which secretes a mucus, which secretion cleans and lubricates the eye, and which protects the anterior portion of the eye wet. Okay, then the sclera, the transparent outer portion of the sclera is known as cornea. After cornea there is iris. Iris and pupil regulate the light that enters into the eye, and behind this pupil is aperture that may be increasing or decreasing based on the movement of iris. Then this lens, we have convex lens in our eyes, and lens are tightly packed with the ligaments and muscles. Then in the inner portion, innermost layer of the retina contains photoreceptors. These are the receptors which are actually sensing the images and processing it, and send these impulses via the optic nerve to brain, and there occurs the final processing of the image. And this is yellow spot. This is a place where maximum number of photoreceptors are situated. So if the image is projected into this yellow spot, that we got a good image, or the image processing or
image formation is maximum at yellow spot, and here during the from the emergence of this optic nerve, at the base of that there is a blind spot. As the name indicates, it is a blind spot where there is no photoreceptors are present, so we cannot get any image while this light falls into this blind spot. Okay, then optic nerve, which will carry the changes in the photoreceptors into the brain, and that finally process the image. So we can study the details of these layers of eye. First one is sclera, then is choroid, then is retina. And sclera is a white outer layer which gives the firmness to the eye, made up of connective tissues. And sclera contains cornea and conjunctiva. Cornea, the projected transparent anterior part of the sclera which refracts light rays to focus on the retina. This cornea is transparent anteriormost portion of sclera. Hence, the light will be passing through this cornea and focused into the lens, and after that we will get an image. So this cornea is very important part. If the cornea transparency is lost, that will cause cataract, and there we will be going to any replacement of cornea surgeries like that. So cornea is very important for the conduction of, or for the transmission of light into retina. Then conjunctiva. Conjunctiva is a layer which covers and protects the front part of the sclera except cornea. So this conjunctiva will be covering all the part of the sclera, that front part of the sclera except cornea. So, and this conjunctiva is producing a mucus-like membrane which protects the eye from getting dry. Then the second layer of eye is choroid, the middle layer, that which contains large number of blood vessels. And its parts are iris. Iris is a part of the choroid seen behind the cornea, and presence of the pigment melanin gives iris dark color, which actually gives the color of the eyes. Maybe in some people the eye will be dark blue, dark black in color. Otherwise, it's maybe it's due to the deposition of pigment called melanin. If the melanin concentration is less, the eye may appear gray or brown, etc. Then pupil is the aperture seen at the center of the iris. The size of the aperture increases and decreases depending upon the intensity of light, and this directs the light into the retina. The pupill's aperture is size may be increasing or decreasing depending on the intensity of light. If more light is entering into the eye, or the intensity of the light is high, the aperture will be closing, or the pupil will be narrow. And if less light or less intense light is falling into the eye, this aperture become larger. Okay, then comes the innermost layer, that is retina, which contains the photoreceptors. There we have discussed yellow spot and blind spot, and yellow spot is the part of the retina where plenty of photoreceptors are present, and it is a point of maximum visual clarity since it possesses maximum photoreceptors. Then blind spot. Blind spot is a part of the retina from where the optic nerve begins. Here there is no vision as photoreceptors are absent there. Okay, so these are the three layers of eyes. Then we have to discuss about the lens, ciliary muscles and optic nerve. Lens is a elastic transparent convex lens. We have a convex lens, and that is connected to ciliary muscles and thread-like ligaments. Then ciliary muscles are the circular muscles see around the lens. The contraction and relaxation of these muscles alter the curvature of the lens. അതായത് നമ്മളുടെ ബോഡിയിൽ പ്രസന്റ് ആയിട്ടുള്ളത് കോൺവെക്സ് ലെൻസ് ആണ്. ഈ കോൺവെക്സ് ലെൻസിന്റെ യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ വിഷൻ പോസിബിൾ ആവുന്നത്. കൂടാതെ ഈ കോൺവെക്സ് ലെൻസിനെ ഐയുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ളത്, ബാക്കി ലെയേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് സീലിയറി മസിൽസ് ആണ്. അപ്പോൾ ഈ സീലിയറി മസിൽസ് ആണ് ആക്ച്വലി നമ്മുടെ ഐയുടെ ലെങ്ത്, അതായത് അതിൻ്റെ ഈ സിലിയറി മസിൽസിൻ്റെ കോൺട്രാക്ഷനും റിലാക്സേഷനും വഴിയായിരിക്കും ഈ ലെൻസിൻ്റെ കർവേച്ചർ ചേഞ്ച് വരും. നമ്മളൊരു ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിനെ കാണുമ്പോഴും ഒരു നിയർ ബൈ ഒബ്ജക്റ്റിനെ കാണുമ്പോഴും ഒക്കെ ഈ ലെൻസിൻ്റെ കർവേച്ചറിൽ സ്പെസിഫിക് ചേഞ്ചസ് വരുന്നുണ്ട്, കർവേച്ചറിൽ ഡിഫറൻസ് വരുന്നുണ്ട്.
അതൊക്കെ നമുക്ക് ബ്രോട്ടപ്പ് ചെയ്യുന്നത് ഈ സീലിയറി മസിൽസിൻ്റെ കൺട്രാക്ഷനും റിലാക്സേഷനും വഴിയാണ്. ദെൻ ഒപ്റ്റിക് നെർവ്. ഒപ്റ്റിക് നെർവ് നമ്മൾ ഫിഗറിൽ കണ്ടതാണ് അല്ലേ. Optic nerve transmit the impulses from photoreceptors to the visual center in the brain. Okay. Then we have two fluids in our eyes, that is aqueous humor and vitreous humor. Aqueous humor is a water-like fluid filled in the aqueous chamber between the lens and cornea. അതായത് ഐയുടെ ആൻറ്റീരിയർ പോർഷനിൽ, അതായത് കോർണിയയ്ക്കും ലെൻസിനും ഇടയിലാണ് അക്യൂസ് ഹ്യൂമർ സിറ്റുവേറ്റ് ആവുന്നത്. ഇറ്റ് ഈസ് എ വാട്ടറി ഫ്ലൂയിഡ് ആണ്. Then it is formed from the blood and reabsorbed into the blood, and which provides oxygen and nourishment to the tissues of the eye. അതായത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ പഠിച്ചതുപോലെ തന്നെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതിലൊക്കെ പോലെ തന്നെ അക്യൂസ് ഹ്യൂമർ എപ്പോഴും വിട്രിയസ് ഹ്യൂമർ ആണെങ്കിലും എല്ലാം ബ്ലഡിൽ നിന്ന് തന്നെയാണ് ഫോം ചെയ്യുന്നത്, തിരിച്ച് ബ്ലഡിലേക്ക് തന്നെയാണ് റീഅബ്സോർബ് ചെയ്യുന്നത്. ഇറ്റ്സ് ഫംഗ്ഷൻ ഈസ് ടു പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദി ടിഷ്യൂസ് ഓഫ് ദ ഐ. ഓക്കെ. Then vitreous humor. Vitreous humor is a jelly-like substance. അതായത് aqueous humor ഒരു water-like consistency ആണെങ്കിൽ vitreous humor കുറച്ചുകൂടെ thick and jelly-like substance ആണ്, which is seen in the vitreous chamber between the retina and eyes. അതായത് സെക്കൻഡ് ലാർജസ്റ്റ് പോർഷൻ ആയിട്ടുള്ള റെറ്റിനയുടെയും ലെൻസിൻ്റെയും ഇടയിലാണ് വിട്രിയസ് ഹ്യൂമർ സിറ്റുവേറ്റ് ആയിട്ടുള്ളത്. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ മെയിൻറ്റെയിനിങ് ഓഫ് ഷേപ്പ് ഓഫ് ദ ഐ. അതായത് ഐയുടെ ഷേപ്പ് അതൊരു ജെല്ലി ലൈക്ക് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഹാർഡർ ആയിരിക്കും. സോ ഇറ്റ് മെയിൻറ്റെയിൻസ് ദ ഷേപ്പ് ഓഫ് ദ ഐ. ആൻഡ് നിങ്ങൾക്ക് എക്സാമിന് ഈ രണ്ട് ഹ്യൂമേഴ്സ് ഒക്കെ ചിലപ്പോൾ ലേബിൾ ചെയ്യാനൊക്കെ വരും. സോ യു ഹാവ് ടു ബി കെയർഫുൾ. aqueous humor is present between cornea and lens, and vitreous humor is present between lens and retina. Okay. Then regulation of light in the eye. We have to study this portion here. The eye is regulated to the intensity of light. Sometimes the light intensity will be high, or sometimes the light intensity will be less. So I have to protect from the more light and have to catch up the less intense light rays to form the images. അതായത് നമ്മുടെ കണ്ണിൽ ചിലപ്പോൾ എന്താണ് കൂടുതലായിട്ട് പ്രകാശം വരും, കുറച്ചായിരിക്കും ചില സമയത്ത് വരുന്നത്. അപ്പോൾ കൂടുതൽ ലൈറ്റ് വരുമ്പോൾ നമ്മൾ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും വേണം. എന്നിട്ട് അതിൽ കുറച്ച് മാത്രം നമ്മൾ സ്വീകരിച്ചിട്ട് ഇമേജ് ഫോം ചെയ്യും. ഇനി കുറവ് ലൈറ്റ് വരുന്ന സമയത്താണെങ്കിലും എന്താണ് നമ്മൾ കൂടുതൽ കെയർ എടുത്തിട്ട് കൂടുതൽ ശ്രദ്ധിച്ചിട്ട് കൂടുതൽ അതിലത്തെ ലൈറ്റ് റേസിനെ ഫോക്കസ് ചെയ്ത് ഇമേജ് ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അതിൽ നമ്മൾ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത് ഐറിസ് ആൻഡ് അപ്പർച്ചറാണ്. അതായത് ഐറിസും പ്യൂപ്പിൾ എന്ന് പറയുന്ന ആ ഒരു അപ്പർച്ചറുമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ദ എൻട്രി ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് ലൈറ്റ് ഈസ് ഹാർംഫുൾ ടു ദ ടിഷ്യൂസ് ഓഫ് ദ ഐ. Iris and the aperture at its center called pupil regulate the amount of light falling on the eyes. അപ്പോൾ ഈ പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ചേഞ്ച് ഇൻ pupil in dim light and change in pupil in bright light. ബ്രൈറ്റ് ലൈറ്റ് ആകുമ്പോൾ എന്താണ് നമുക്ക് അത്ര ലൈറ്റ് റേസ് അതായത് കുറേ ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റ് ആണ്. സോ വി ഹാവ് ടു പ്രൊട്ടക്ട് ദ ടിഷ്യൂസ് ഓഫ് അവർ ഐസ് ബിക്കോസ് ഹൈ ഇൻറ്റൻസ് ലൈറ്റ് മേ ഡാമേജ് അവർ ഐ. സോ നമുക്ക് കുറച്ച് മാത്രം ലൈറ്റ് റേസ് മതി. അപ്പോൾ പ്യൂപ്പിൾ അധികം നാരോ ആയിരിക്കും. പ്യൂപ്പിൾ അധികം ഡയലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ നാരോ ആയിരിക്കുന്ന പ്യൂപ്പിളിലൂടെ തന്നെ കുറേ ഇൻറ്റൻസിറ്റി ഉള്ള ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ലൈറ്റ് റേസ് കയറും. എന്നാൽ നമുക്ക് ഇപ്പോൾ ഒരു ഡിമ്മായിട്ട് ഇപ്പോൾ കുറച്ച് ഇരുട്ടൊക്കെ ഉള്ള ഒരു സമയത്തൊക്കെ നമ്മൾ റൂമിലൊക്കെ കയറുമ്പോൾ നമുക്ക് കുറച്ച് കാര്യമായിട്ട് നോക്കണം അല്ലേ. സോ ദാറ്റ് ടൈം ദ പ്യൂപ്പിൾ വിൽ ബി ഹയർ. ആ ഒരു അപ്പർച്ചർ കൂടുതലായിരിക്കണം, എന്നാലല്ലേ കൂടുതൽ ലൈറ്റ് റേസ് പാസ് ചെയ്യുള്ളൂ. ലെസ് ഇൻറ്റൻസ് കണ്ടീഷൻ ആകുമ്പോൾ നമുക്ക് മാക്സിമം ലൈറ്റ് റേസ് വരണം. സോ അതാണ് ഈ പിക്ചറിൽ കാണുന്നത്. ചേഞ്ച് ഇൻ പീപ്പിൾ ഇൻ ഡിം ലൈറ്റ്. ഡിം ലൈറ്റ് ആകുമ്പോൾ ഈ പീപ്പിൾ കണ്ടോ വലുതായി വരുന്നു. ബ്രൈറ്റ് ലൈറ്റ് ആകുമ്പോൾ പീപ്പിൾ ചെറുതാവുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈറ്റ് ലൈറ്റിൽ ചെറുതായാൽ പോലും ലൈറ്റ് റേസ് ഉള്ളിലേക്ക് വരും. കൂടുതൽ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ അന്നേരം ഡാമേജ് വരും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഡിം ലൈറ്റ് ആണെങ്കിലോ ഓൾറെഡി ഇൻറ്റൻസിറ്റി ഓഫ് ദ ലൈറ്റ് ഔട്ട്സൈഡ് ഈസ് ലെസ്. സോ വി ഹാവ് ടു ക്യാപ്ചർ മോർ ലൈറ്റ് റേസ് to form the image. So നമ്മൾ കൂടുതൽ ലൈറ്റ് റേസ് എന്താണ് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പീപ്പിൾ ഇങ്ങനെ വലുതായിട്ട് കാണുന്നത്. ഓക്കെ. The size of the pupil is regulated by the action of circular muscles and radial muscles. When the radial muscles contract in dim light, the size of the pupil increases. When the circular muscles contract in the intense light, the size of the pupil decreases. Thus, the amount of light falling on the lens is regulated according to the intensity of light. അതായത് ലെൻസിലേക്ക് പതിക്കുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റീനെ അനുസരിച്ച് നമ്മൾ അതിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പ്യൂപ്പിളിൻ്റെ വലുപ്പങ്ങളാണ്. അതായത് പ്യൂപ്പിൾ ചെറുതാവുമ്പോഴും വലുതാവുമ്പോഴും ഓരോരോ ചേഞ്ചസ് ആണ് വരുന്നത്. സോ ആ ഒരു പ്യൂപ്പിളിൻ്റെ
പ്യൂപ്പിളിൻ്റെ അപ്പർച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ആ ഹോളിൻ്റെ സൈസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഐറിസിനെയാണ്. സോ ഐറിസിൽ എന്തുണ്ട്, റേഡിയൽ മസിൽസും ഉണ്ട്, സർക്കുലർ മസിൽസും ഉണ്ട്. സോ ഈ ഒരു പ്യൂപ്പിൾ ഡിം ലൈറ്റിൽ ഈ പ്യൂപ്പിളിൻ്റെ അപ്പർച്ചർ ഇൻക്രീസ് ചെയ്യും, അതായത് സൈസ് ഇൻക്രീസ് ചെയ്യും. അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് റേഡിയൽ മസിൽസ് ആണ്. ഈ റേഡിയൽ മസിൽസിൻ്റെ കൺട്രാക്ഷൻ നടക്കുമ്പോൾ കണ്ടോ ഈ നടുവിലെ ഹോൾ അല്ലെങ്കിൽ ആ ഒരു അപ്പർച്ചർ ഇൻക്രീസ് ആവുന്നു. ഇതാണ് പ്യൂപ്പിൾ. So pupil will be the aperture of the pupil will be increased when the radial muscles contract during the dim light. Then circular muscles, അവിടെ കാണുന്ന വേറൊരു മസിൽസ് ആണ് circular muscles, ഐറിസിൻ്റെ അവിടെ പ്രസൻ്റ് ആയിട്ടുള്ളത്. So this circular muscles will be contracted during the bright light. അതായത് ഹൈലി ഇൻറ്റൻസ് ലൈറ്റ് വരുമ്പോൾ സർക്കുലർ മസിൽസ് ആണ് കൺട്രാക്ട് ചെയ്യുന്നത്. സോ അതിലൂടെ എന്താ ഉണ്ടാവുന്നത്, ഈ പീപ്പിൾ എന്ന അപ്പർച്ചർ അല്ലെങ്കിൽ അതിൻ്റെ സൈസ് നാരോ ചെയ്തു വരുന്നു. Okay, so thus the amount of light falling on the lens is regulated according to the intensity of light. Okay, then we have to study the formation of images. So the curvature of the cornea and the lens help light rays which reflect from an object to get focused on the retina. We have convex lens inside the eye. What are the peculiarities of image formed by this type of lens? നിങ്ങൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് നമുക്ക് കോൺവെക്സ് ലെൻസ് ആണ് നമ്മുടെ ഐയിലുള്ളത്. അപ്പോൾ കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്തിട്ട് ഒരു ഇമേജ് ഫോം ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന പെർട്ടിക്കുലർ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു ഒബ്ജക്റ്റ് ആണ്, ഒരു ട്രീ ആണ് നമ്മൾ കാണുന്നത്. സോ ഫസ്റ്റ് ദ ലൈറ്റ് റേസ് വിൽ ബി പാസിംഗ് ത്രൂ ദിസ് കോർണിയ ആൻഡ് ത്രൂ ദി ലെൻസ്, ആൻഡ് ദിസ് കോർണിയ ആൻഡ് ലെൻസ് ആൻഡ് pupil the aperture regulating the how much light rays have to be taken into the eye or falling on the eye. അതൊക്കെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ഒരു കോർണിയ, പീപ്പിളിൻ്റെ അപ്പർച്ചറിൻ്റെ സൈസ്, അതുപോലെ കർവേച്ചർ ഓഫ് ലെൻസ് ഒക്കെ അനുസരിച്ചിട്ടാണ്. സോ സിൻസ് വി ഹാവ് ദ കോൺവെക്സ് ലെൻസ്, ദ ഒബ്ജക്റ്റ് light rays from the object will be focused into the retina, and the image formed will be always real images, but small and inverted images are formed in by convex lens. അതാണ് ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പ്രോപ്പർട്ടി. അതായത് കോൺവെക്സ് ലെൻസിലൂടെ ഒരു ഇമേജ് ഫോം ചെയ്യുമ്പോൾ അത് എപ്പോഴും റിയൽ തന്നെ ആയിരിക്കും, ബട്ട് ഇൻവേർട്ടഡ് ആൻഡ് സ്മോൾ ആയിരിക്കും. പക്ഷേ നമുക്ക് ഒരിക്കലും ഒരു ഇൻവേർട്ടഡ് ഇമേജ് അല്ല നമ്മൾ കാണുന്നത്, അല്ലെ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ കാണുമ്പോൾ ഇൻവേർട്ടഡ് ആയിട്ടല്ല നമ്മൾ അതിലൂടെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ബട്ട് കോൺവെക്സ് ലെൻസ് ഇങ്ങനെയാണ് തരുന്നത് പോലും ഇവിടെ ഫസ്റ്റ് ഒരു ഇമേജ് ഫോം ചെയ്ത് ഇതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഫോട്ടോ റിസെപ്റ്റേഴ്സിൽ വരുന്ന ചേഞ്ചസ് വഴി ഒപ്റ്റിക് നെർവ് വഴി ബ്രെയിനിലേക്ക് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ബ്രെയിനിലെ സെറിബ്രത്തിലാണ് ഇതിൻ്റെ ഫൈനൽ പ്രോസസ്സിങ് നടക്കുന്നത്. ആ സമയത്ത് ഈ ഒരു ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജസ് അല്ലെങ്കിൽ സ്മോൾ ആയിട്ടുള്ള ഇമേജസിനെയൊക്കെ നമ്മൾ ഒറിജിനൽ സൈസിലേക്കും ഇൻവേർട്ടഡ് ഇമേജസിനെ മാറി ഇറക്റ്റ് ഇമേജസ് ആയിട്ടും, പിന്നെ നമ്മൾ രണ്ട് കണ്ണുകളിലൂടെയാണ് ഇമേജസ് കാണുന്നത്, അല്ലേ. സോ ഈ രണ്ട് കണ്ണിലെയും പ്രോസസ്സ് ചെയ്തിട്ട് സിംഗിൾ ഇമേജ് ആയിട്ടൊക്കെ നമുക്ക് തരുന്നത് ബ്രെയിൻ ആണ്. ഫൈനൽ പ്രോസസ്സിംഗ് ഓഫ് ഇമേജസ് ഒക്കറിങ് അറ്റ് സെറിബ്രൽ കോർട്ടെക്സ്. അതായത് നമ്മൾ ഒരിക്കലും രണ്ട് കണ്ണിലൂടെയും ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്, എന്നാൽ പോലും നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ഒന്നായിട്ടേ കാണുന്നുള്ളൂ, രണ്ട് ഒബ്ജക്റ്റായിട്ട് കാണുന്നില്ല. അതിനൊക്കെ കാരണം പിന്നെ ഇൻവേർട്ടഡ് സ്മോൾ ആയിട്ട് വരുന്നതിനൊക്കെ ചേഞ്ച് ചെയ്ത് റിയൽ ഇമേജസ്, സെയിം സൈസ് ഓഫ് ദി ഇമേജസ് ആൻഡ് സിംഗിൾ ഇമേജ് ആയിട്ട് നമുക്ക് പ്രോസസ്സ് ചെയ്ത് തരുന്നത് നമ്മൾ സെറിബ്രൽ കോർട്ടെക്സ് അല്ലെങ്കിൽ ബ്രെയിൻ ആണ്. സോ ഇൻ ദിസ് പോർഷൻ വി ഹാവ് സ്റ്റഡീഡ് what are the peculiarities of the image formed by the convex lens. Okay. Then we can see the nearby and distant objects clearly. This is because the focal length of the lens can be adjusted according to the distance of the object. അതായത് നമ്മളൊരു ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിനെയും നിയർ ബൈ ഒബ്ജക്റ്റിനെയും ഒരേപോലെ തന്നെയാണ് കാണുന്നത്. അതിനെങ്ങനെയാണ് സാധിക്കുന്നത്? അതായത് നമ്മൾ ഐയിൽ കുറേ ചേഞ്ചസ് നടക്കുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മൾ പറഞ്ഞു. അതായത് കർവേച്ചർ ഓഫ് ലെൻസ്, ഫോക്കൽ ലെങ്ത് ഓഫ് ലെൻസ്, ഇതൊക്കെ വെച്ചിട്ടാണ്. അതായത് ഓരോ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിനെ കാണിക്കുമ്പോൾ നമ്മൾ ലെൻസിൻ്റെ കർവേച്ചറിൽ ഡിഫറൻസ് ഉണ്ട്, നിയർ ബൈ ഒബ്ജക്റ്റിനെ കാണുമ്പോൾ കർവേച്ചറിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതെന്താണ് നമ്മൾ ഇപ്പോൾ നോക്കാൻ പോകുന്നത്, സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. So the curvature of the lens is dependent upon the ciliary muscle contraction or relaxation and the ligaments movement. Okay, ciliary muscles ligaments ആണ് ഈ ലെൻസിൻ്റെ കർവേച്ചറിൽ വരുന്ന ഡിഫറൻസസ് കൊണ്ടുവരുന്നത്. സോ നമുക്ക് ഒരു ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിനെയും ഒരു നിയർ ബൈ ഒബ്ജക്റ്റിനെയും കാണുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസ് നോക്കാം. ഇപ്പോൾ ഒരു അകലെ നിൽക്കുന്ന ഒരു മരം, ദാറ്റ് ഈസ് എ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ്, ആൻഡ് നിയർ ബൈ ഒബ്ജക്റ്റ് ഈസ് എ ബുക്ക്. So in this case, what are the changes occurring to our the focal length of our lens?
So while viewing the near objects, that is in the case of this image, that is book, here the ciliary muscles will be contract. Okay, this ciliary muscles contract ചെയ്യും. Then and the ligaments relax ചെയ്യും. അതിന്റെ opposite ആയിട്ട് ligaments relax ചെയ്യും. And hence the curvature of the lens increases. നിങ്ങൾക്ക് പിക്ചറിൽ കാണാം ലെൻസിന്റെ കർവേച്ചർ ഇൻക്രീസ് ചെയ്യാണ്. കർവേച്ചർ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ഡിക്രീസ് ചെയ്യാണ് വരിക. ഓക്കെ, സോ ഒരു നിയർ ബൈ ഒബ്ജക്റ്റിനെ കാണുമ്പോൾ ഫോക്കൽ ലെങ്ത്, അതായത് ഒരു ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത് നമ്മുടെ ഐ. ഓക്കെ, അതെങ്ങനെയാണ് വരുന്നത്? While viewing a nearby object, the ciliary muscles will be contracting and the ligaments will relax, and hence the curvature of the lens will be increasing and focal length of the lens will be decreasing. So we can get a clear view of this nearby object. Likewise, while viewing the distant object, just opposite to these things are occurring. Here, while viewing the distant object, the curvature of the lens has to be decreased. Hence, then only we can increase the focal length. Okay, so increasing the focal length of our lens, the curvature of the lens have to be decreased. For that, the ciliary muscles will be relaxing and the ligaments will contract, and this result in decreasing the curvature of the lens, and hence the focal length of the lens will be increased and we can see the distant object clearly. സോ നമ്മൾ എന്താ നടക്കുന്നത്? ഒരു ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെ കാണുമ്പോൾ നമുക്ക് ഫോക്കൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യണം. നമ്മുടെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യണം. ഫോക്കൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ദ കർവേച്ചർ ഓഫ് ദ ലെൻസ് വിൽ ബി ഡിക്രീസിങ്, അതായത് ലെൻസിന്റെ കർവേച്ചർ ഡിക്രീസ് ചെയ്യണം. അങ്ങനെ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിഗമെന്റ്സ് റിലാക്സ് ചെയ്യും, ലിഗമെന്റ്സ് കൺട്രാക്ട് ചെയ്യുകയും സീലിയറി മസിൽസ് റിലാക്സ് ചെയ്യുകയും വേണം. ഓക്കെ, ദെൻ ഇനി ഒരു നിയർ ബൈ ഒബ്ജക്ട്സിനെയാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നതെങ്കിലോ ആ സമയത്ത് കർവേച്ചർ ഓഫ് ദ ലെൻസ് ഇൻക്രീസ് ചെയ്യും. എന്താ വെച്ചാൽ ഫോക്കൽ ലെങ്ത് ഡിക്രീസ് ചെയ്യണം. ദ ഒബ്ജക്റ്റ് ഈസ് നിയർ ബൈ ഒബ്ജക്റ്റ് ആണ്. So focal length of the lens has to be decreased. For that, the curvature of the lens will be increasing and ciliary muscles will contract and ligaments will relax. So ഇതാണ് ഐയുടെ ലെൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ചേഞ്ചസ്. അതിനനുസരിച്ചിട്ടാണ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് കുറയുകയും കൂടുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് ഡിസ്റ്റന്റ് ആൻഡ് നിയർ ബൈ ഒബ്ജക്ട്സിനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നത്. Then the ability of the eye to adjust the focal length of the lens by changing its curvature in accordance to the distance of the object from the eye and form the image on the retina is called power of accommodation of eye. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് പവർ ഓഫ് അക്കോമഡേഷൻ ഓഫ് ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഐ അഡ്ജസ്റ്റ്, അതായത് നമ്മൾ ഓരോ നിയർ ബൈ ഒബ്ജക്ട്സിനെയും ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സിനെയും ഐ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്തിൽ ഇൻക്രീസും ഡിക്രീസും ഒക്കെ ചെയ്തിട്ടാണ് അവർ ആ ഒരു വിഷ്വലൈസ് ചെയ്യുന്നത്. സോ അതിനെയാണ് നമ്മൾ ഐയുടെ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദ ഐ ടു അഡ്ജസ്റ്റ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ലെൻസ് ബൈ ചേഞ്ചിങ് ഇറ്റ്സ് കർവേച്ചർ ഇൻ അക്കോർഡൻസ് ടു ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് from the eye and form the image on the retina is called power of accommodation of the eye. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് നമ്മൾ ഇന്നർമോസ്റ്റ് ലെയർ ആയിട്ടുള്ള റെറ്റിനയിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഫോട്ടോ റിസെപ്റ്റേഴ്സിനെ കുറിച്ചിട്ടാണ്. വി ഹാവ് ടു ടൈപ്സ് ഓഫ് ഫോട്ടോ റിസെപ്റ്റേഴ്സ്. ഫസ്റ്റ് വൺ ഈസ് റോഡ് സെൽസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് കോൺ സെൽസ്. ഇത് റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ് ആർ ദ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഇൻ ദ റെറ്റിന. റോഡ് സെൽസ് ആർ മോർ ഇൻ നമ്പർ ദാൻ ദ കോൺ സെൽസ്. എപ്പോഴും റോഡ് സെൽസ് ആയിരിക്കും കൂടുതൽ നമ്പർ ഉണ്ടായിരിക്കുക. ഇനി നിങ്ങൾക്ക് ഈ ഫിഗർ കണ്ടാൽ തന്നെ അറിയാം. ഇത് റെറ്റിനയുടെ ഫിഗറാണ്. റെറ്റിനയുടെ പോർഷനിൽ ഫോട്ടോ റിസെപ്റ്റേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ രണ്ട് റോഡ് സെൽസും കോൺ സെൽസും കാണിച്ചിട്ടുണ്ട്. ആ ഫിഗർ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം റോഡ് ഷേപ്ഡ് ആയിട്ടുള്ളതാണ് റോഡ് സെൽസ്, which are more in number than corn cells, and corn cells have cone shapes. Okay, then we have to discuss these rod cells and corn cells in detail. Rod cells contain the visual pigment called rhodopsin. As the name indicates, rod cells contain the visual pigment called rhodopsin, and this pigment is formed from the protein named opsin and retinal, which is a derivative of vitamin A. Since they are activated even in dim light, we are able to see the objects in dim light. These cells cannot detect color. അതായത് റോഡ് സെൽസിൻ്റെ പെക്യുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാണുന്ന പിഗ്മെൻറ്റിൻ്റെ പേരാണ് റൊഡോപ്സിൻ. ആൻഡ് ഈ റൊഡോപ്സിൻ എന്ന് പറയുന്നത് രണ്ട് പ്രോട്ടീൻസ് ആയിട്ട് വെച്ചിട്ട് ഉണ്ടായിട്ടുള്ളതാണ്, ഫോംഡ് ഓഫ് എ പ്രോട്ടീൻ. അതിൻ്റെ പ്രോട്ടീൻ പാർട്ടിൻ്റെ പേരാണ് ഓപ്സിൻ. കൂടാതെ റെറ്റിനാൽ എന്നൊരു പോർഷൻ, അതായത് റെറ്റിനാൽ പ്ലസ് ഓപ്സിൻ ആണ് ഈ റൊഡോപ്സിൻ ഉണ്ടായിട്ടുള്ളത്. റെറ്റിനാൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാകും. റെറ്റിനാൽ എന്ന് വെച്ചാൽ തന്നെ വൈറ്റമിൻ എയുടെ ഒരു ഡെറിവേറ്റീവ് ആണ്. ഓക്കെ,
ഇനി റോഡ് സെൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഈസ് ആക്ടിവേറ്റഡ് ഇൻ ഡിം ലൈറ്റ്, അതായത് വെളിച്ചം കുറവുള്ള സമയത്ത്, അതായത് ഇരുട്ടത്ത് അങ്ങനത്തെ സമയത്താണ് റോഡ് സെൽസ് ആക്റ്റീവ് ആവുന്നത്. റോഡ് സെൽസിന് കളർ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഓൺലി ഡിം ലൈറ്റിലുള്ള ഒരു വിഷൻ മാത്രമേ ഉള്ളൂ. കളർ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാത്ത സെൽസ് ആണ് റോഡ് സെൽസ്. ഓക്കെ, then comes corn cells. Corn cells contain a pigment called photopsin. Corn cells ഉള്ള pigment ആണ് photopsin. Rod cells ഉള്ളത് rhodopsin ആയിരുന്നു. Okay, and this is also called iodopsin. Corn cells ഉള്ള pigment ആയിരുന്നു photopsin. അതിനെ പറയുന്ന വേറൊരു പേരാണ് iodopsin. And the pigment is composed of opsin and retinal. അതായത് ഇവിടുത്തെ കേസ് പോലെ തന്നെ opsin plus retinal ആണ് corn cells ലെ pigmentലുള്ളത്. And there are 3 types of cells in our eyes which help us to detect 3 colors of light: red, green and blue. അതായത് corn cellsന് കളർ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. Okay, so we have 3 types of corn cells which detecting red, green and blue. അതായത് RGB. റെഡ് കളറിനെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് റെഡ് കോൺ സെൽസ്, ഗ്രീൻ കളറിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ ഗ്രീൻ കോൺ സെൽസ്, ബ്ലൂ കളറിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ ബ്ലൂ കോൺ സെൽസ്. അങ്ങനെ നമുക്ക് RGB, അതായത് റെഡ്, ഗ്രീൻ, ബ്ലൂ ഈ കളേഴ്സിന് മാത്രം ഡിറ്റക്റ്റ് ചെയ്യാനുള്ള കോൺ സെൽസേ നമ്മുടെ ഐയിലുള്ളൂ. ബാക്കി നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന എല്ലാ കളേഴ്സും അതിൻ്റെ കോമ്പിനേഷൻസ് ആണ്. ഓക്കെ, അതും നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കുന്നു കരുതുന്നു. Then this diversity is due to the difference in amino acids in the opsin molecule. So corn cells provide us with the color vision. അതായത് ഈ ഓപ്സിൻ മോളിക്യൂൾസിൽ അമിനോ ആസിഡ്സിൽ വരുന്ന ചെറിയ ചേഞ്ചസ് വെച്ചിട്ടാണ് ഈ റെഡ്, ഗ്രീൻ, ബ്ലൂ അങ്ങനെ അത്രയും ടൈപ്പ് ഓഫ് കോൺ സെൽസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ദെൻ ഈ കോൺ സെൽസ് ആണ് ആക്ച്വലി നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? കളർ വിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ്. റോഡ് സെൽസിലുള്ള പിഗ്മെൻ്റ് ആണ് റോഡോപ്സിൻ. കോൺ സെൽസിലുള്ള പിഗ്മെൻ്റ് ആണ് ഫോട്ടോപ്സിൻ, അല്ലെങ്കിൽ അതിനെ പറയുന്ന വേറെ പേരാണ് അയഡോപ്സിൻ. ആൻഡ് റോഡ് സെൽസ് ഹാവ് റോഡ് ഷേപ്പ് ആൻഡ് കോൺ സെൽസ് ഹാവ് കോൺ ഷേപ്പ്. And function of the rod cell is to see the object in dim light, and function of the cone cell is to detect the primary color. Okay, primary color ആയിട്ടുള്ള RGB, റെഡ്, ഗ്രീൻ, ബ്ലൂവിനെ ഡിറ്റക്റ്റ് ചെയ്യലാണ് കോൺ സെൽസിൻ്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ. ഓക്കെ, ദെൻ we have to study the chemistry of vision. എങ്ങനെയാണ് വിഷൻ പോസിബിൾ ആവുന്നത്? എന്ത് ചേഞ്ച്? അതായത് ഫോട്ടോ റിസെപ്റ്റേഴ്സ് ആണ് ലൈറ്റിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നത് റെറ്റിനയിലുള്ളതെന്ന് നമ്മൾ പഠിച്ചു. ഇനി അതിൽ വരുന്ന എന്ത് ചേഞ്ച് ആണ് ഇമ്പൾസ് ആയിട്ട് ഫോം ചെയ്ത് ബ്രെയിനിലേക്ക് പോകുന്നത്, എങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. So we have already studied that rod cells contain rhodopsin and cone cells contain photopsin. ഇത് രണ്ടും ഓരോ സെൽസിൽ കാണുന്ന പിഗ്മെന്റ്സ് ആണ്. സോ upon exposure to light, അതായത് ലൈറ്റ് വന്ന് ഫോട്ടോ റിസെപ്റ്റേഴ്സിൽ പതിക്കുമ്പോൾ റോഡ് സെൽസിലെ റോഡോപ്സിൻ എന്തായി മാറും? അതിൻ്റെ കമ്പോണൻസ് ആയിട്ടുള്ള റെറ്റിനാൽ പ്ലസ് ഓപ്സിൻ ആയി മാറും. ഫോട്ടോപ്സിൻ അതുപോലെ ലൈറ്റിൻ്റെ പ്രസൻസിൽ റെറ്റിനാൽ പ്ലസ് ഓപ്സിൻ ആയി മാറും. ഈ റെറ്റിനാൽ എന്ന് പറയുന്ന ഒരു വൈറ്റമിൻ എ ഡെറിവേറ്റീവ് ആണ്. ഓപ്സിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ആണ്. സോ ഈ ഒരു ചേഞ്ച് അത് ഡിസോസിയേറ്റ് ചെയ്ത് ഇതിൻ്റെ പാർട്സ് ആയി മാറുന്ന ഈ ഒരു ചേഞ്ച് ആണ് ഈ ഒരു ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ ഫോട്ടോ റിസെപ്റ്റേഴ്സിൽ ഉണ്ടാകുന്ന ചേഞ്ച്. This chemical change actually resulting in the formation of impulses. ഈ ഒരു ചേഞ്ച് ആണ് എന്തുണ്ടാവുന്നത്? ഇമ്പൾസ് ഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഇമ്പൾസ് ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒപ്റ്റിക് നെർവിലൂടെ ബ്രെയിനിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നോക്കാം, അപ്പോഴാണ് നമുക്ക് ആക്ച്വൽ സെൻസ് ഓഫ് സൈറ്റ് വരുന്നത്. In the presence of light, the pigments present in photoreceptors dissociate into retinal plus opsin, and this chemical change leads to the formation of impulses, and these impulses are transmitted to the cerebrum through the optic nerve, and this enables the vision. Optic nerve-ലൂടെ ബ്രെയിനിലേക്ക് പോകുന്നു. അവിടെ ബ്രെയിനിലെ സെറിബ്രൽ കോർട്ടക്സിലാണ് ഇതിൻ്റെ ആക്ച്വൽ പ്രോസസ്സിംഗ് നടക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് സെൻസ് ഓഫ് സൈറ്റ് പോസിബിൾ ആവുന്നത്. So the pathway is light first enters through the cornea, through the aqueous humor, through the pupil, then to the lens, then vitreous humor, then retina, and this creates a stimulus to the photoreceptors, and that photoreceptors, this light incidence on the photoreceptors will lead to the dissociation of the pigments, and that chemical change resulting in the formation of impulses, and these impulses is transmitted to the optic nerve to the cerebrum, and cerebrum finally process the image and will give the sense of sight. ഓക്കെ, അപ്പോൾ ഒരു കണ്ണിന് കാഴ്ച വരുന്നത് ഈ ഒരു പാത്വേയിലൂടെയാണ്. ഫസ്റ്റ് ലൈറ്റ് കോർണിയയിലൂടെ പാസ് ചെയ്ത് അക്വസ് ഹ്യൂമറിലൂടെ പാസ് ചെയ്ത് പ്യൂപ്പിൾ വഴി ലെൻസിലേക്ക് പോകുന്നു. ദെൻ ലെൻസ് അതിനെ ഫോക്കസ് ചെയ്യുന്നത് റെറ്റിനയിലേക്കാണ് ത്രൂ വിട്രിയസ് ഹ്യൂമർ. അതിൻ്റെ ഇടയിൽ വിട്രിയസ് ഹ്യൂമർ ഉണ്ടായിരിക്കും.
ദെൻ റെറ്റിനയിൽ ഫോക്കസ് ചെയ്യുന്നു. റെറ്റിനയിൽ എന്തുണ്ട്? ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉണ്ട്. സോ റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ് വിൽ ബി ദർ ആൻഡ് ആ ഒരു ലൈറ്റാണ് ഫോട്ടോ റിസപ്റ്റേഴ്സിൽ വരുന്ന സ്റ്റിമുലസ്. സോ ആ സ്റ്റിമുലസ് വരുന്നത് ഉടനെ ആ ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്താവും? അതിൻ്റെ കൗണ്ടർ ആയിട്ടുള്ള പിഗ്മെൻറ്റ്സ് ആയിട്ട് അതിൻ്റെ പാർട്സ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് റെറ്റിനാൽ പ്ലസ് ഓപ്സിനായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. ആ കെമിക്കൽ ചേഞ്ച് ആണ് അവിടെ ഒരു ഇമ്പൾസ് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ആ ഇമ്പൾസ് ഒപ്റ്റിക് നെർവിലൂടെ കണ്ടക്ട് ചെയ്ത് സെറിബ്രത്തിലേക്ക് എത്തുന്നു. സെറിബ്രത്തിലാണ് ആക്ച്വലി ആ ഒരു ഇമേജിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നടന്നിട്ട് നമുക്ക് സെൻസ് ഓഫ് സൈറ്റ് പോസിബിൾ ആവുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൈനോക്കുലർ വിഷൻ ആണ്. ദാറ്റ് ഈസ് ദ ഇമേജ് ഫ്രം ടു സൈഡ്സ് ഓഫ് ദ സെയിം ഒബ്ജക്റ്റ് ആർ ഫോംഡ് ഇൻ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഐ. And when these two images combine as a result of the activities of brain, a three-dimensional image of object is formed. This is called binocular vision. അതായത് നമ്മൾ നേരത്തെ ഓൾറെഡി പറയുന്നു, നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിനെ കാണുന്നു, നമ്മൾ രണ്ട് ഐസിലും ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. രണ്ട് ഐസിലെ ഒപ്റ്റിക് നെർവ് വഴി അത് എവിടെ എത്തുന്നുണ്ട്? സെറിബ്രൽ കോർട്ടക്സിൽ അല്ലെങ്കിൽ ബ്രെയിനിൽ സെറിബ്രത്തിൽ എത്തുന്നുണ്ട്. ഓക്കെ, അവിടെ വെച്ച് ഈ രണ്ട് ഐയിലും ഇമേജസ് പ്രോസസ്സ് ചെയ്തിട്ടാണ് നമുക്ക് ഒരു ഫൈനൽ ഇമേജ് ആയിട്ട് വരുന്നത്. സോ അതെങ്ങനെയായിരിക്കും? ഒരു 3 ഡയമെൻഷൻ അല്ലേ, നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ എല്ലാ ഡയമെൻഷനും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഒരു ഫൈനൽ 3D ഇമേജ് ആയിട്ടാണ് നമുക്ക് റിസൾട്ട് വരുന്നത്. ഇതിനെയാണ് നമ്മൾ ബൈനോക്കുലർ വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ ഇതുവരെ ഐയിൽ എങ്ങനെ ഇമേജ് ഫോം ചെയ്യുക, ഐയുടെ പാർട്സ് എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് ഐയുടെ ഡിഫക്ട്സ് ആൻഡ് ഡിസീസസ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വരുന്ന ഡിസീസ് എന്ന് പറയുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. അതായത് you have studied that the retinal, a part of the visual pigment, is derived from vitamin A. The deficiency of vitamin A results in the low production of retinal. This in turn prevents the synthesis of rhodopsin. In this condition, objects cannot see clearly in dim light and this disease is called night blindness. അതായത് പേര് പോലെ തന്നെ നൈറ്റ് ബ്ലൈൻഡ്നെസ്, അതായത് നൈറ്റ് കണ്ടീഷനിൽ, അതായത് ലൈറ്റ് കുറവുള്ള കണ്ടീഷനിൽ നമുക്ക് ബ്ലൈൻഡ്നെസ്, അതായത് കാണാൻ കഴിയാത്തൊരവസ്ഥ, അതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഇരുട്ടാകുമ്പോൾ കാണാൻ പറ്റുന്നില്ല. സോ അവിടെ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെറ്റിനൽ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. ഇത് റെറ്റിനാൽ പ്ലസ് ഓപ്സിൻ കമ്പൈൻ ചെയ്തിട്ടാണ് രണ്ട് ഫോട്ടോ പിഗ്മെൻറ്റ്സും ഉണ്ടായിട്ടുള്ളത്, ഫോട്ടോ റിസപ്റ്റേഴ്സും ഉണ്ടായിട്ടുള്ളത്, റോഡ് സെൽസും കോൺ സെൽസും. അതിലത്തെ പിഗ്മെൻറ്റ്സ് ആണത്. സോ ഇവിടെ റെറ്റിനാൽ എന്ന നമ്മൾ വൈറ്റമിൻ എയുടെ കൺസപ്ഷൻ, നമ്മൾ ഫുഡിലൂടെ എടുക്കേണ്ട വൈറ്റമിൻ എയുടെ കൺസപ്ഷൻ കുറയുമ്പോൾ ഈ റെറ്റിനാലിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ കുറയും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ റെറ്റിനാൽ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റൊഡോപ്സിൻ്റെ സിന്തസിസ്, അതായത് റോഡ് സെൽസിലുള്ള റൊഡോപ്സിൻ്റെ സിന്തസിസ് കുറയും. അതായത് റൊഡോപ്സിൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? that cannot detect the light during the dim light അല്ലേ. റോഡ് സെൽസ് ഡിം ലൈറ്റിൽ വിഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സെൽസ് ആണ്. റോഡ് സെൽസ് ആണ് നമ്മുടെ കണ്ണിൽ കൂടുതലായിട്ടുള്ളതും. പക്ഷേ എന്താ ഉണ്ടാവുന്നത്? ഈ റോഡോപ്സിൻ ഫോം ചെയ്തിട്ടില്ല. റെറ്റിനൽ കുറവായതുകൊണ്ട് റോഡോപ്സിൻ ഫോം ചെയ്തിട്ടില്ല. So we have less rod cells or less rhodopsin will be there. So അതുകൊണ്ട് തന്നെ നമുക്ക് ഡിം ലൈറ്റിൽ ഒബ്ജക്ട്സിന് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയില്ല. അതിനെയാണ് നമ്മൾ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ നൈറ്റ് ബ്ലൈൻഡ്നെസ്സിൻ്റെ കോസ് എന്ന് പറയുന്നത് വൈറ്റമിൻ എ ഡെഫിഷ്യൻസിയാണ്. ദാറ്റ് റിസൾട്ട് എന്താണ്? ബ്ലൈൻഡ്നെസ് ഇൻ ഡിം ലൈറ്റ്. ഓക്കെ, ദെൻ അടുത്ത ഡിസീസ് ആണ് സീറോഫ്താൽമിയ. സീറോഫ്താൽമിയ എന്ന് പറയുന്നത്, if there is a prolonged deficiency of vitamin A, the conjunctiva and the cornea become dry and opaque. This causes xerophthalmia and leads ultimately to blindness. അതായത് ഈ പിക്ചറിൽ കാണാം സീറോഫ്താൽമിയ കണ്ടീഷൻ. അതായത് വൈറ്റമിൻ എയുടെ ഈ ഡെഫിഷ്യൻസി നമ്മൾ കുറേ കാലമായിട്ട് പ്രൊലോങ് ചെയ്യുകയാണെന്നെങ്കിൽ എന്താ ഉണ്ടാവുക? ഫോട്ടോ റിസപ്റ്റേഴ്സിൽ റെറ്റിനാൽ ഉണ്ടായിരിക്കില്ല. അതുകൂടാതെ ഈ നമ്മളെ ആൻറ്റീരിയർ പോർഷനിൽ കൺജക്റ്റീവ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കൺജക്റ്റീവ, കോർണിയ എന്ന് പറഞ്ഞാൽ സ്ക്ലീറയുടെ ട്രാൻസ്പെറൻറ്റ് ആൻറ്റീരിയർ പോർഷനാണ്. അതൊക്കെ എന്തായി മാറും? ഡ്രൈ ആൻഡ് ഒപ്പാക്ക് ആവും. അതായത് കൺജക്റ്റീവ എല്ലാച്ചെങ്കിലും നമ്മളെ കണ്ണ് ഡ്രൈ ആവും. അതിൽ കൺജക്റ്റീവ പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂക്കസ് സെക്രേഷനാണ് നമ്മളെ കണ്ണിനെ വെറ്റാക്കി നിർത്തുന്നത്. സോ കൺജക്റ്റീവ കുറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ആവും. അതുപോലെ കോർണിയയിലും എന്താണ്? ഡാമേജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കാരണം കോർണിയ ആക്ച്വലി ട്രാൻസ്പെറൻറ്റ് പോർഷനാണ്. ആ ട്രാൻസ്പെറൻസി പോയി കഴിഞ്ഞിട്ട് അത് ഒപ്പാക്ക് ആവും. ഓക്കെ, സോ ലൈറ്റ് കനോട്ട് എൻറ്റർ ത്രൂ ദിസ് കോർണിയ. അങ്ങനെ ലൈറ്റ് എൻ്റർ ചെയ്യാൻ പറ്റാതെയാവും. അപ്പോൾ ലൈറ്റ് എൻ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലും റെറ്റിനയിൽ ഇമേജ് ഫോം ചെയ്യില്ല. ആൻഡ് ഇതാണ് ഈ ഒരു ഡിസീസിനെയാണ് നമ്മൾ സീറോഫ്താൽമിയ എന്ന് പറയുന്നത്. ഇത് കുറേ കാലം തുടർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റ് ഒരിക്കലും കോർണിയയിലൂടെ പതിച്ചിട്ടില്ലെങ്കിൽ അതെന്തായിരിക്കും? അൾട്ടിമേറ്റ്ലി ബ്ലൈൻഡ്നെസ്സിലേക്ക് പോകും. നമുക്ക് കണ്ണ് കാണാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. ദെൻ നമ്മൾ പഠിക്കുന്ന ഒരു പോർഷനാണ് കളർ ബ്ലൈൻഡ്നെസ്.
അതായത് you are aware that the retina contains corn cells which can detect red, green and blue colors. Some persons cannot distinguish green and red colors due to the defect of corn cells. This is called color blindness. അതായത് കളർ ബ്ലൈൻഡ്നെസ് ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, എന്തോ കളർ കാണാനാണ് നമുക്ക് കാണാൻ പറ്റാത്തത്, ബ്ലൈൻഡ് ആവുന്നത്, ടു സീ എനി കളർ. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് കോൺ സെൽസ് ആണ് നമ്മൾ കളർ വിഷനിൽ എനേബിൾ ചെയ്യുന്നത്. കോൺ സെൽസിൽ RGB അല്ലെങ്കിൽ റെഡ്, ഗ്രീൻ, ബ്ലൂ കളേർഡ് ആയിട്ടുള്ള കോൺ സെൽസ് ഉണ്ട്. ഇനി കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കോൺ സെൽസിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അത് കാരണം എന്താ ഉണ്ടാവുന്നത്, ഗ്രീൻ ആൻഡ് റെഡ് കളറിനെ അവർക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. ഓക്കെ, ഡ്യൂ ടു ദ ഡിഫക്റ്റ് ഓഫ് ദാറ്റ് കോൺ സെൽസ്, അതിലുണ്ടാകുന്ന എന്തോ ഡിഫക്റ്റ് കാരണം റെഡിനെയും ഗ്രീനിനെയും അവർക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ കാണുന്ന പിക്ചറിൽ നമുക്കൊക്കെ എന്താണ് ഈ കാണുന്നത് ഗ്രീനും ഈ കാണുന്നത് റെഡും ആയിട്ട് കാണാം. ഇതിലൊരു 8 എന്നൊരു ലെറ്റർ എഴുതിയത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ എല്ലാവർക്കും അത് കാണാൻ കഴിയണം എന്നില്ല. അതായത് ഈ റെഡിനെയും ഗ്രീനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാതെ ഇതുമെല്ലാം ഒരുപോലെ കാണുന്നവരുണ്ട്. ദാറ്റ് മേ ബി ഡ്യൂ ടു ദ ഡിഫക്ട്സ് ഇൻ ദെയർ കോൺ സെൽസ്. ആ ഒരു ഡിസോർഡറിനെയാണ് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അസുഖം നമുക്ക് ജനറ്റിക്കലി ഉണ്ടാവുന്നതാണ് കോൺ സെൽസിലുള്ളൊരു ഡിഫക്റ്റ് കാരണം. സോ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരെയൊക്കെ ചില എന്താ പറയുക ജോലിക്കൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ട്രാഫിക് സിഗ്നൽസ് കാണുമ്പോഴൊക്കെ റെഡും ഗ്രീനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അവർക്ക് ഇങ്ങനത്തെ ഈ രണ്ട് കളറിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പൈലറ്റ് അങ്ങനത്തെയുള്ള ജോലിക്കൊന്നും കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവരെ ആണോ എന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ ആപ്ലിക്കേഷനിലൊക്കെ ചോദിക്കുന്നത് കാണാം. സോ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് കോൺസെൽസിലുള്ള ഡിഫക്റ്റ് കൊണ്ട് ഗ്രീൻ ആൻഡ് റെഡ് കളേഴ്സിനെ നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനെയാണ് നമ്മൾ കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ദെൻ വരുന്ന ഒരു ഡിസോർഡർ ആണ് ഗ്ലോക്കോമ. ഗ്ലോക്കോമ എന്ന് പറയുന്നത് ഡ്യൂ ടു നമ്മളെ എന്താണ് കണ്ണിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്വസ് ആൻഡ് വിട്രിയസ് ഹ്യൂമർ ഉണ്ടെന്ന്. ഈ അക്വസ് ഹ്യൂമറിൻ്റെ പ്രഷർ കൂടുമ്പോഴാണ്, അതായത് അതിൻ്റെ റീഅബ്സോർപ്ഷൻ കറക്റ്റ്, അതായത് നമ്മൾ പറഞ്ഞു ബ്ലഡിൽ നിന്ന് തന്നെ ഫോം ചെയ്ത് ബ്ലഡിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു ഫ്ലൂയിഡാണ് അക്വസ് ഹ്യൂമർ. എന്നാൽ അതിൻ്റെ റീഅബ്സോർപ്ഷൻ കാര്യമായിട്ട് നടക്കാതെ വന്നു കഴിഞ്ഞാൽ, അതായത് ഫോം ചെയ്യുന്നു പക്ഷേ ബ്ലഡിലേക്ക് തിരിച്ച് അത് റീഅബ്സോർബ് ചെയ്യുന്നതിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അക്വസ് ഹ്യൂമറിൻ്റെ അളവ് നമ്മൾ ഐയിൽ കൂടും. ദാറ്റ് വിൽ ക്രിയേറ്റ് എ പ്രഷർ. അങ്ങനെ ഉണ്ടാകുന്ന പ്രഷർ കാരണമാണ് ഗ്ലോക്കോമ വരുന്നത്. നമുക്ക് നോക്കാം. അക്വസ് ഹ്യൂമർ ഈസ് എ ഫ്ലൂയിഡ് വിച്ച് nourishes the tissues of the eyes. If the reabsorption of the aqueous humor does not occur, it causes increase in the pressure inside the eyes. This causes damage to the retina and the photoreceptor cells, ultimately leads to blindness. അതായത് പ്രഷർ കൂടി കഴിയുമ്പോൾ എന്തുണ്ടാവും, അത് ഡാമേജ് ചെയ്യും DNA, ആ റെറ്റിനേനെ ഡാമേജ് ചെയ്യും. റെറ്റിനയിലുള്ള ഫോട്ടോ റിസെപ്റ്റേഴ്സും ഡാമേജ്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കണ്ണ് കാണാൻ പറ്റാത്ത ബ്ലൈൻഡ്നെസ് എന്നൊരു സിറ്റുവേഷൻ വരും. ഈ ഒരു ഡിസോർഡറിനെയാണ് നമ്മൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ ലേസർ സർജറി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ബ്ലറിങ് ഓഫ് വിഷൻ, എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ കാണുമ്പോൾ ബ്ലേർഡ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പോയി ചെക്ക് ചെയ്താലും മതി. അതായത് ഐയുടെ പ്രഷർ ചെക്ക് ചെയ്യുമ്പോൾ അത് കൂടുതലാണെങ്കിൽ അത് ഗ്ലോക്കോമയാണെന്ന് മനസ്സിലാക്കാം. സോ അപ്പോൾ തന്നെ നമുക്ക് ലേസർ സർജറി ഒക്കെ കഴിഞ്ഞാൽ ചെയ്താൽ പ്രൊട്ടക്റ്റഡ് ആവും. ഇനി അല്ലാതെ പ്രൊലോങ് ആയിട്ട് പോവുകയാണ് വെച്ചെങ്കിൽ അതെന്ത് കോസ് ചെയ്യും, അത് നമ്മളെ ബ്ലൈൻഡ്നെസ് കോസ് ചെയ്യും. ഓക്കെ, പിന്നെ വരുന്നൊരു ഡിസോർഡർ ആണ് കാറ്ററാക്ട്. കാറ്ററാക്ട് ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദ ലെൻസ് ഓഫ് ദ ഐ ബിക്കം ഒപ്പാക് റിസൾട്ടിങ് ഇൻ blindness. This can be rectified by replacing the lens with the artificial one through surgery. അതായത് നമ്മുടെ കണ്ണിലുള്ള ലെൻസ് ഒപ്പാക്ക് ആവുമ്പോഴാണ്, അതായത് ലെൻസ് ഷുഡ് ബി ട്രാൻസ്പെറൻറ്റ്. ലെൻസ് ട്രാൻസ്പെറൻറ്റ് ആണെങ്കിൽ മാത്രമേ ലൈറ്റ് റേസ് എൻ്റർ ചെയ്യുള്ളൂ. പക്ഷേ അത് ഒപ്പാക്ക്, എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഡെപ്പോസിഷൻ കാരണം ഈ ലെൻസിൻ്റെ സുതാര്യത കുറയുന്നു, അല്ലെങ്കിൽ അത് ഒപ്പാക്കായി മാറുന്നു. അപ്പോൾ ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യില്ല. സോ അങ്ങനത്തെ ഒരു അസുഖത്തിനെയാണ് നമ്മൾ കാറ്ററാക്ട് എന്ന് പറയുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കണ്ണ് കാണാൻ പറ്റില്ല. സോ നമുക്കൊരു ഈ ഒരു ലെൻസിൻ്റെ സർജറി ചെയ്ത് റീപ്ലേസ് ചെയ്തിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ലെൻസ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അസുഖത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. ഓക്കെ, ഇതിനെ നമ്മൾ തിമിരം എന്നൊക്കെ പറയും. വയസ്സായാലൊക്കെ കുറേ പേർക്ക്, വയസ്സായവർക്കൊക്കെ ഈ അസുഖം കണ്ടിട്ടുണ്ട്. ദെൻ വരുന്നൊരു ഡിസോർഡറാണ് കൺജക്റ്റിവിറ്റീസ്. കൺജക്റ്റിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി കൺജക്റ്റീവിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൺജക്റ്റീവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദ ആൻറ്റീരിയർ പോർഷൻ ഓഫ് ദ ഐ വിച്ച് സെക്രീറ്റ്സ് സർട്ടൻ മ്യൂക്കസ് സബ്സ്റ്റൻസ്. മ്യൂക്കസ് ലൈക്ക് സെക്രീഷൻസ് വരും.
which keeps the eye wet. അല്ലെ, ഡ്രൈ ആവാതെ വെറ്റ് ആയിട്ട് കണ്ണിനെ കീപ്പ് ചെയ്യുന്നത് കൺജക്റ്റീവയാണ്. അതിന് വരുന്ന ഇൻഫെക്ഷനെയാണ് നമ്മൾ കൺജക്റ്റിവൈറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് എ ഇൻഫെക്ഷൻ ഓഫ് ദ കൺജക്റ്റീവ. ദ കോസേറ്റീവ് ഓർഗാനിസം മേ ബി ബാക്ടീരിയ, വൈറസ്, എക്സെട്ര. ദിസ് ഡിസീസ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ദ കോണ്ടാക്ട് ആൻഡ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ മെയിൻറ്റെയിനിങ് പേഴ്സണൽ ഹൈജീൻ. അതായത് ഇതൊരു പകരുന്ന അസുഖമാണ്. അതിന് നമ്മൾ നന്നായിട്ട് കണ്ണൊക്കെ കഴുകുകയും അങ്ങനെ സൂക്ഷിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ അസുഖത്തിൽ നമുക്ക് രക്ഷപ്പെടാം. ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് പോലെയുള്ള പാത്തജനിക് ഓർഗാനിസംസ് ആണ് കൺജക്റ്റിവൈറ്റിസ് കോസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ജസ്റ്റ് ദ ഇൻഫെക്ഷൻ ഓഫ് ദ കൺജക്റ്റീവ. ഇതിനെയാണ് നമ്മൾ ചെങ്കണ്ണ്, മദ്രാസ് ഐ അങ്ങനെയൊക്കെ പറയുന്നത്. ദെൻ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം നമുക്കറിയാം, ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കമ്പ്യൂട്ടേഴ്സ്, സെൽഫോൺസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഡാമേജ്, കണ്ണിനുണ്ടാകുന്ന ഡാമേജിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയുന്നത്. The problem of the eyes caused by the excessive use of the cell phones, computer, tablets, etc. is called computer vision syndrome. And the continuous use of such devices affects the ability of the eye to focus. Headache is its major symptom. Drying of the eye, high pressure in the eye, etc. are other symptoms. അതായത് നമ്മൾ ഈ കണ്ടിന്യൂസ് അതായത് ഫോണിൻ്റെ അല്ലെങ്കിൽ സ്ക്രീൻ ഓൺ ടൈം നമ്മൾ കൂടുതലാവുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് എന്തുണ്ടാവും, ഐ ഡ്രൈ ആവും, അല്ലെങ്കിൽ ഐയിൽ പ്രഷർ ബിൽഡപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും, ഹെഡ് ഏക്ക് വരും. ഇതിനൊക്കെയാണ് നമ്മൾ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയുന്നത്. അതിന് ഓവർകം ചെയ്യാൻ നമുക്ക് ഈ സ്ക്രീൻ ഓൺ ടൈം കുറച്ചാൽ തന്നെ മതിയായിരിക്കും. സോ ഇതൊക്കെയാണ് നമ്മൾ ഐയുടെ കേസസിൽ വരുന്ന വേരിയസ് ഡിസോർഡേഴ്സ്. പിന്നെ നമുക്ക് എക്സ്ട്രാ പിന്നെ എടുത്ത് പറയുന്ന വേറെ ഡിസോർഡേഴ്സ് ആണ് ഹൈപ്പർ മെട്രോപ്പിയ അല്ലെങ്കിൽ ലോങ് സൈറ്റ് എന്ന് പറയും. This is due to the shortened eyeball, images formed behind the retina cannot see nearby objects clearly. അതായത് നമുക്ക് നിയർ ബൈ ഒബ്ജക്ട്സിനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, എന്നാൽ ലോങ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനും പറ്റും. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു, നിയർ ബൈ ഒബ്ജക്ട്സിനെയും ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സിനെയും ഒക്കെ കാണാൻ നമ്മുടെ കർവേച്ചർ ഓഫ് ദ ലെൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഐബോൾ ഷോർട്ടൻഡ് ആവുന്നതോടുകൂടെ എന്താണ് ഇമേജസ് ബിഹൈൻഡ് റെറ്റിന ഫോം ചെയ്യുക. അതായത് റെറ്റിനയുടെ പുറകു വശത്തായിട്ട് ഇമേജ് ഫോം ചെയ്താൽ നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ. സോ നിയർ ബൈ ഒബ്ജക്ട്സിനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഡ്യൂ ടു ദ ഷോർട്ടൻഡ് ഐബോൾ ദ ഇമേജസ് വിൽ ബി ഫോംഡ് ബിഹൈൻഡ് ദ റെറ്റിന. So these distant objects cannot be visualized during this condition. അതായത് അടുത്തുള്ള വസ്തുക്കളെ നമുക്ക് കാണാൻ പറ്റാത്ത അസുഖം, അതിനെയാണ് നമ്മൾ ലോങ് സൈറ്റ്. എന്നാൽ ലോങ് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ കാണാനും പറ്റും. ഇതിനെയാണ് ഹൈപ്പർ മെട്രോപ്പിയ അല്ലെങ്കിൽ ലോങ് സൈറ്റ് എന്ന് പറയുന്നത്. അതിന് റെമഡി ആയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്താൽ മതി. ദെൻ മയോപ്പിയ കേസിൽ അതിന് പറയുന്നത് ഷോർട്ട് സൈറ്റ് എന്നാണ്. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട്, നമുക്ക് നിയർ ബൈ ഒബ്ജക്ട്സിനെ കാണാം, എന്നാൽ ലോങ് ഒബ്ജക്ട്സിനെ കാണാൻ പറ്റില്ല. അതിന് കാരണം എന്താണ്, ഡ്യൂ ടു ദ എലോങ്ങേറ്റഡ് ഐബോൾ ഇമേജസ് ഫോം ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിന. അതായത് റെറ്റിനയിലാണ് നമുക്ക് ആക്ച്വലി ഇമേജസ് വേണ്ടത്. അതിൻ്റെ ബിഹൈൻഡ് വന്നു കഴിഞ്ഞാലും മുകളിൽ, അതായത് ഇൻ ഫ്രണ്ട് ഓഫ് റെറ്റിന വന്നു കഴിഞ്ഞാലും നമുക്ക് ഇത് എന്താണ് ഇമേജ് ഫോം ചെയ്യില്ല. So here we cannot see the distant objects and which can be cleared using a concave lens. നമുക്കൊരു കോൺകേവ് ലെൻസിൻ്റെ സ്പെക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് സൈറ്റ് എന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ദെൻ വരുന്നതാണ് നൈറ്റ് ബ്ലൈൻഡ്സ്. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. ഡ്യൂ ടു ദി ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ, നോ ക്ലിയർ വിഷൻ ഇൻ ഡിം ലൈറ്റ്. റെമഡി എന്താണ്, വൈറ്റമിൻ എ ഇൻടേക്ക്. ഓക്കെ, ദെൻ കളർ ബ്ലൈൻഡ്നെസ്. Here, due to the defects of the corn cells which detect red and green colors, the persons with this defect cannot distinguish green and red colors. നമുക്ക് ഗ്രീൻ ആൻഡ് റെഡ് കളേഴ്സിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. അതിനെയാണ് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ജെനറ്റിക് ആയിട്ട് വരുന്നത് ആയതുകൊണ്ട് നമുക്ക് റെമഡി ഒന്നുമില്ല. Then xerophthalmia, prolonged deficiency of vitamin A result in dry conjunctiva and cornea. So in this case we can take vitamin A supplements to prevent from this disease. Then cataract. Cataract is a gradual decrease in the power of lens due to the decreasing of transparency of lens. Here we are in the surgical replacement of lens will be done. Then glaucoma. Here the defective vision due to increased pressure when the reabsorption of aqueous humor is obstructed. So we can choose laser surgery യൂസിങ് ഏർലി ഡയഗ്നോസിസ്. അതായത് ആദ്യം തന്നെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലേസർ സർജറിയിലൂടെ ഈ ഒരു ഡിസോർഡറിന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. പക്ഷേ ലേറ്റായിട്ട് നമ്മൾ ആണ് ഡയഗ്നോസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം വിഷൻ ലോസ് വരെ വരാം. Then conjunctivitis, it is an infection of bacteria or virus caused by red eye with pain.
And treatment and rest. Here we have to take proper treatment, personal hygiene and rest. Then astigmatism, it is any disorder in the curvature of the cornea or lens. Curvature of the cornea അല്ലെങ്കിൽ ലെൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഡിസ്റ്റൻറ്റും നിയർ ബൈ ഒബ്ജക്ട്സിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ വരുന്ന ഡിഫക്റ്റ് ആണ് അസ്റ്റിഗ്മാറ്റിസത്തിന് കാരണമാവുന്നത്. അതിനുവേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെമഡി ആയിട്ട് യൂസ് ചെയ്യുന്നത് സിലിണ്ടറിക്കൽ ലെൻസസ് ആണ്. Then presbyopia. Presbyopia is a loss of elasticity of the lens. ലെൻസിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുമ്പോൾ ഇതുപോലെ കർവേച്ചർ അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് ഒന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. സോ ഇൻ ദാറ്റ് കേസ് വി വിൽ യൂസ് അനദർ കോൺവെക്സ് ലെൻസ് സ്പെക്സ് as remedy. സോ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്ത ഐ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ്. ദെൻ വി ഹാവ് ടു നോ ഹൗ ടു പ്രൊട്ടക്റ്റ് അവർ ഐസ്. Avoid falling of bright source of light directly into the eyes and don't look at the sun. Then avoid reading under the dim light and do not watch TV or other screens continuously, and frequently wash our eyes and include vitamin A contained items in our daily food. അതായത് നമ്മൾ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ബ്രൈറ്റ് ലൈറ്റിലേക്കൊന്നും ഒരിക്കലും നോക്കരുത്. ദാറ്റ് വിൽ ഡാമേജ് അവർ ഐ സെൽസ്. സോ നമ്മൾ സണ്ണിലേക്കൊന്നും നോക്കരുത്. സൂര്യൻ്റെ പ്രകാശം ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ലൈറ്റൊന്നും നോക്കരുത്. വളരെ ഡിമ്മായിട്ടുള്ള ലൈറ്റിൽ നമ്മൾ പ്രഷർ കൊടുത്തിട്ട് ഇതുപോലെ വായിക്കാനൊന്നും ശ്രമിക്കരുത്. ദെൻ ടി വി അല്ലെങ്കിൽ മൊബൈൽസ് അങ്ങനെ സ്ക്രീനിലുള്ള സാധനങ്ങളൊന്നും കണ്ടിന്യൂസ് ആയിട്ട് കണ്ട് നമ്മൾ കണ്ണിനെ ഒരുപാട് ഡ്രൈ ആക്കരുത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം ഒക്കെ വരും. ദെൻ നമ്മൾ ഐസ് നമ്മൾ ഫ്രീക്വൻ്റ്ലി വാഷ് ചെയ്യണം, ഒരു പേഴ്സണൽ ഹൈജീൻ പോലെ. എന്നാലേ നമുക്ക് കൺജക്റ്റിവിറ്റീസ് പോലത്തെ ഇൻഫെക്ഷൻസും അസുഖങ്ങളൊന്നും വരാതിരിക്കുകയുള്ളൂ. ദെൻ വൈറ്റമിൻ എ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കണ്ണിൻ്റെ കേസിൽ ഐയുടെ കേസിൽ നമ്മൾ പഠിച്ചു. സോ വൈറ്റമിൻ എ സപ്ലിമെൻറ്റ്സ് അല്ല വൈറ്റമിൻ എ കണ്ടെയ്നിങ് ഫുഡ് നമ്മൾ ഡെയിലി ഇൻടേക്ക് ചെയ്യണം ടു പ്രൊട്ടക്റ്റ് അവർ ഐസ്. ദെൻ എല്ലാ ഓർഗൻസും ഡൊണേറ്റ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഐ ഡൊണേഷൻ. ഐ ഡൊണേഷൻ ഈസ് കോൾഡ് ലൈഫ് ഡൊണേഷൻ. അതായത് ഇപ്പോൾ നമ്മൾ ഐ ഡൊണേറ്റ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അവരുടെ ഐ ഡൊണേറ്റ് ചെയ്യാൻ കഴിയും. വേറൊരു കാഴ്ചയില്ലാത്ത ആൾക്കോ ആർക്കെങ്കിലും നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വിഷൻ പോസിബിൾ ആവും. സോ ഐ നമ്മൾ ഡൊണേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. മേ യുവർ ഐസ് സീ ദിസ് വേൾഡ് ഈവൺ ആഫ്റ്റർ ദ ഡെത്ത്. അല്ലേ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കണ്ണിലൂടെ വേറൊരാൾക്ക് കാഴ്ച പകരാൻ കഴിയുമെങ്കിൽ അത് തന്നെ വലിയൊരു കാര്യമാണ്. സോ നമുക്ക് ഐ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ഇയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.